പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനിയാവുക അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണോ എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിനെയും ആളുകൾ കാണുന്നത് പല വിധത്തിലാണ്. പലർക്കും ക്രിസ്തുവിന് ഇഷ്ടമുള്ളവരുണ്ട്, പക്ഷേ ക്രിസ്ത്യാനികൾ ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ അതിന് പറയുന്ന ഒരു കാര്യം, ക്രിസ്ത്യാനികൾ വളരെയധികം ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണെന്ന് പറയുകയും ചെയ്യുന്നവരാണെങ്കിലും അവർ എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്കളും ചെയ്യുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള തിന്മകളും അവർ ചെയ്യുന്നുണ്ട്. അവർ മോശക്കാരാണ്. ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് എല്ലാ ക്രിസ്ത്യാനികളും ഞങ്ങളായിട്ട് സമ്പർക്കത്തിലുള്ള ക്രിസ്ത്യാനികളൊക്കെ മോശക്കാരാണ് എന്നൊക്കെയുള്ള ധാരണകളാണ് പലരും വെച്ച് പുലർത്തുന്നത്. എന്നാൽ പലർക്കും ക്രിസ്ത്യാനികൾ നല്ല മനുഷ്യരായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട്. അവരുടെ അനുഭവങ്ങളാണ്, ഓരോരുത്തരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ പലർക്കും ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളോട് വലിയ മതിപ്പ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്തു പറയുന്ന കാര്യങ്ങളുണ്ട് അല്ലേ, ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളെ പറ്റിയും പലർക്കും വലിയ മതിപ്പാണ്. ക്രിസ്ത്യാനികളല്ലാത്തവരും ലോകത്തിലെ തന്നെ വലിയ മഹാന്മാരായിട്ടുള്ള പലരും ഈ ബൈബിളൊക്കെ എടുത്ത് വായിച്ചുകൊണ്ട് അതിൽ ആകൃഷ്ടരായിട്ട് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തിയ ആൾക്കാരെയൊക്കെ നമുക്കറിയാം. വലിയ മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്തു പറഞ്ഞതിനോട് വലിയ ആഭിമുഖ്യമാണ്. അതിൽ എയ്ത്തിസ്റ്റായിട്ടുള്ളവരും നിരീശ്വരവാദികളൊക്കെ, യുക്തിചിന്തയുടെ ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ വലിയ മതിപ്പാണ്. പക്ഷെ പലരും പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്, അതെ, ക്രിസ്തു പറഞ്ഞതൊക്കെ വലിയ കാര്യങ്ങളാണ്, നല്ലതാണ്, പക്ഷേ ഇതൊക്കെ പ്രാക്ടിക്കലാക്കാനൊന്നും സാധിക്കില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഒരു വലിയൊരു യുക്തിവാദി നേതാവ് ക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ക്രിസ്ത്യാനികളെ പറ്റി സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം ഇതാണ്. അദ്ദേഹം പറയുന്നു, ബൈബിളിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ നല്ല രസമാണ്, പക്ഷേ അത് അനുവർത്തിച്ച് കഴിഞ്ഞ് മനുഷ്യന് ജീവിച്ചു പോകാനായിട്ട് സാധിക്കില്ല അല്ലേ. ഒരു കരണത്തടിച്ചവന് മറുകരണം കാണിച്ചു കൊടുക്കുക, 1 മൈൽ ദൂരം നടക്കാൻ നമ്മളെ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം നടക്കുക എന്നൊക്കെയുള്ള വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് സാധാരണ ജനങ്ങൾക്ക് അതൊക്കെ സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല അല്ലേ. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഭരണഘടനയുടെ വെളിച്ചത്തിൽ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ പോലും, ഇപ്പോൾ പഴയ രാജവാഴ്ചയൊക്കെ മാറിയിട്ട്, അല്ലെങ്കിൽ പഴയ നമ്മുടെ ഗോത്ര സംസ്കാരമൊക്കെ മാറിയിട്ട് വളരെയധികം സമൂഹം ഒരുവിധം ഒരു പുതിയ ഒരു നവചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു നല്ലൊരു ഭരണഘടനയുണ്ട്. പക്ഷേ ഈ ഭരണഘടനയുടെ വെളിച്ചത്തിൽ നിന്ന് പോലും നമുക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടേറിയതാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പോൾ സാധാരണഗതിയിൽ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊക്കെ അനുവർത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും ഇത് അനുകരിക്കുന്നുണ്ടോ അല്ലേ? അപ്പോൾ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് അല്ലേ, പേരിന് മാത്രം ക്രിസ്ത്യാനികളായിരിക്കുന്നവർക്ക് ഇതൊന്നും സാധിക്കില്ല. അവരൊന്നും നമുക്ക് ഇതിൻ്റെ ഗണത്തിൽ കൂട്ടാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ലോകത്തിൽ എത്ര ക്രിസ്ത്യാനികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മതം ക്രിസ്തു മതമാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എത്ര ക്രിസ്ത്യാനികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോക ജനസംഖ്യയുടെ 1%, 1.5% ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് ആർക്കും ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെയും മനസ്സോ അവരുടെ വിചാരങ്ങളോ ഒന്നും നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരാൾ നല്ല ഭക്തിയുള്ളവനാണ്, അവൻ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവ മൂല്യങ്ങളൊക്കെ ഉള്ളവനാണെന്ന് നമ്മൾ പുറമേ നിന്ന് കാണുന്ന ആളുകൾ പോലും ചിലപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ അത് അനുവർത്തിക്കുന്നവരാവണമെന്നില്ല. അവർ ചിലപ്പോൾ അഭിനയിക്കുന്നവരായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ചിന്തയിൽ അല്ലെങ്കിൽ ഇവിടെ ചർച്ചയിൽ കൊണ്ടുവരുന്ന ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ദൈവത്തെ അനുകരിക്കുന്നവരും യേശുവിനെ വിശ്വസിക്കുന്നവരും പരിപൂർണമായി യേശുവിൽ വിധേയപ്പെട്ടുകൊണ്ട് യേശു പറഞ്ഞതിനെ ഫോളോ ചെയ്യുന്നവരെയാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നത്. അല്ലാതെ
പേരിന് ക്രിസ്ത്യാനി പട്ടം ചാർത്തി കിട്ടിയ അല്ലെങ്കിൽ പരമ്പരാഗതമായി കുടുംബത്തിൽ ക്രിസ്ത്യാനികളായതുകൊണ്ട് ക്രിസ്ത്യാനികളായവരെയല്ല നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പലരും ഈ ആക്ഷേപിക്കുന്നത്, മറ്റു പലരും ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് ഇങ്ങനെയുള്ളവരെയാണ് അല്ലേ. അവർ പുറമേ നോക്കുമ്പോൾ ക്രിസ്ത്യാനികളെന്ന് പേര് പറയുന്ന ആൾക്കാർ അവരെല്ലാ കാര്യങ്ങളും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും മോശക്കാരാണ്, ഇതിലൊന്നും സത്യമില്ല എന്നൊക്കെയാണ് അവരുടെ വാദം അല്ലേ. കാരണം അവർ ലോജിക്ക് വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ, അവരുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ലോജിക്ക് വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികളിൽ കുറച്ച് പേര് തെറ്റ് ചെയ്യുന്നു, അപ്പോൾ എല്ലാവരും അത് തെറ്റുകാരാണ് എന്നുള്ള അസംഷനിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഇതൊക്കെ കള്ളത്തരങ്ങളാണെന്നൊക്കെ പറയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്രമാത്രം ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണെന്ന് ചോദിക്കുമ്പോൾ അവർക്കും പലപ്പോഴും പരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. നമ്മൾ ചോദിക്കുമ്പോൾ പറയുമോ ഞങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്, ക്രിസ്തു എൻ്റെ അപ്പനാണ്, ഈശോ എൻ്റെ അപ്പയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം വാക്കുകളൊക്കെ പറയാനായിട്ട് സാധിക്കും. പക്ഷേ ചോദിച്ച് വരുമ്പോൾ അവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ള സത്യത്തിലേക്ക് അവസാനം എത്തുന്ന ദുർഗതിയായിരിക്കും ഉണ്ടായിത്തീരുക. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യത്തെ ഒരു ചിന്ത അല്ലേ. ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് അല്ലേ, അത് ഫോളോ ചെയ്യണം അല്ലേ. ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, ക്രിസ്ത്യാനിയാകുന്നവർ ക്രിസ്തു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യണം. അത് 2 കാര്യങ്ങൾ ഫോളോ ചെയ്തു, ബാക്കി 5 കാര്യങ്ങൾ ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത് അദ്ദേഹം വെറുതെ പറഞ്ഞതായിരിക്കാം എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല അല്ലേ. അദ്ദേഹത്തെ വിശ്വസിക്കുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ മുന്നിലോട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവർ 2 മൈൽ ദൂരം പോവുക. അപ്പോൾ ഇത് വാച്യാർത്ഥത്തിലല്ലെങ്കിൽ കൂടെയും നമ്മൾ ആ ഒരു മനോഭാവം നമുക്കെല്ലാവരോടും ഉണ്ടായിരിക്കണം അല്ലേ. നമ്മളോട് കടം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് അല്ലേ. പാപികളെ സ്നേഹിക്കുക, പാപത്തെ വെറുക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് സാധിക്കുമോ? ഒരു മനുഷ്യനങ്ങനെ സാധിക്കുമോ? നമുക്ക് നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യനെടുത്ത് നോക്കി അവന് ഇതിനൊക്കെ സാധിക്കുമോ? അവൻ്റെ കുടുംബത്തിൽ ഒരു വലിയൊരു ക്രൈം നടന്ന ഒരു വ്യക്തിയെ, ക്രൈം ചെയ്തൊരു വ്യക്തിയെ കാണുമ്പോൾ അവന് വെറുപ്പായിരിക്കുമോ അതോ സന്തോഷമായിരിക്കുമോ തോന്നുക? അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, അതുപോലെ നമ്മളെ പറ്റിക്കാനാണ് ഒരുത്തൻ വരുന്നത് നമുക്കറിയാമെങ്കിൽ നമ്മളെ പറ്റിക്കാനായിട്ട് നിന്ന് കൊടുക്കുമോ? ഇപ്പോൾ കർത്താവ് പറഞ്ഞ സ്ഥിതിവിശേഷമാണെങ്കിൽ അവൻ നമ്മളെ 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ ആ ലോജിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ പറ്റിക്കാൻ ആഗ്രഹിക്കുന്നവനെ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കുക എന്നുള്ളതും കൂടിയും അതിൽ പെടുന്നുണ്ട് അല്ലേ. പലരും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. നിങ്ങൾ വിവേകമുള്ളവരായിരിക്കണം, നിങ്ങൾ പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ യേശു പറയുന്നത് ഇതാണ് അല്ലേ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം അവർക്ക് കൊടുക്കണം, അവർ ചോദിക്കുന്നതൊക്കെ അവർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്വകാര്യ സ്വത്തിനെ പറ്റിയൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എത്ര പേര് സമ്പന്നരാണെന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെയധികം പേര് സമ്പന്നരാണ്, വളരെയധികം ധനം ഉള്ളവരാണ്, ധനം സൂക്ഷിച്ചു വയ്ക്കുന്നവരാണ്. അപ്പോൾ അയൽക്കാരന് ആവശ്യമുള്ളവനെ കണ്ടിട്ട് പോലും അത് കാണാതെ ജീവിക്കുന്ന ആളുകളുണ്ട് നമുക്കറിയാം. നമ്മുടെ ബന്ധുക്കൾക്ക് പോലും കൊടുക്കാതെ കൂട്ടി ഇങ്ങനെ സുരക്ഷിതമാക്കി കൂട്ടി വെച്ചുകൊണ്ട് തൻ്റെ ഭാവി തലമുറകൾക്കും തങ്ങൾക്കും തങ്ങളുടെയും ജീവിതത്തിന് വേണ്ടി ഇങ്ങനെ കൂട്ടിവെക്കുന്ന കുറേ പേരുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെയാണ് യേശു പറഞ്ഞത് അല്ലേ, ഇങ്ങനെയുള്ള ധനവാന്മാരെ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രവേശിക്കാം, പക്ഷേ അതെത്ര വലിയ ദുഷ്കരമാണ്. കാരണം അവരിൽ ആശ്രയം വയ്ക്കുന്നത് സമ്പത്തിലും മറ്റുള്ളതിലാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആവറേജ് ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ പേര് കൊണ്ടൊന്നും, നമ്മുടെ പള്ളിയിൽ രജിസ്റ്ററിൽ പേരുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗത്തിലോ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റി കൊണ്ടു നടക്കുന്നതിൻ്റെ ബെനഫിറ്റ്സ് അവർക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല അല്ലേ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനി ആകുന്നത്? നമ്മൾ അതിനൊരു ബെനഫിറ്റ്
ബെനിഫിറ്റ് ഇല്ലാതെ നമ്മൾ ഈ മാർഗം പിന്തുടരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ബെനിഫിറ്റ് എന്താണ്? നമ്മൾക്ക് ഈ മരണത്തിന് ശേഷം നമ്മൾ നിത്യമായി ജീവിക്കും, ദൈവത്തോടൊപ്പം ജീവിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഉറപ്പില്ലെങ്കിൽ, അത് കിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അപ്പോൾ ഫോളോ ചെയ്യുന്നവരാവാൻ, അല്ലെങ്കിൽ ഈ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ, അല്ലെങ്കിൽ യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സാധാരണഗതിയിലുള്ള ഒരു ക്രിസ്ത്യാനിക്ക് എന്നാൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഭൂരിഭാഗം പേർക്കും ഈ ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ആരുടെ കുറ്റമാണ്? ഇവരുടെ കുറ്റമാണോ? അപ്പോൾ ഇവർക്ക് അത് എടുക്കാൻ പറ്റാത്ത വലിയ കാര്യമാണെങ്കിൽ പിന്നെ ആർക്ക് ഇതിൽ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ ഇത്രയും വലിയൊരു ഭാരം കർത്താവ് നമ്മുടെ മുന്നിലേക്ക് വെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വൈരുദ്ധ്യമല്ലേ? ക്രിസ്ത്യാനിയായിരിക്കുക എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയായിരിക്കുക എന്ന് പറയുന്നത് എത്രയും ദുഷ്കരമായ കാര്യമാണ്. നമ്മൾക്ക് പലപ്പോഴും നമ്മൾ പറയും, പലർക്കും ഈ കാര്യങ്ങളെ പറ്റിയൊന്നും അറിയില്ല അല്ലേ. നമ്മൾ വെറുതെ നടിക്കുകയാണ് പലപ്പോഴും. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഫോളോ ചെയ്യുന്നവരൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉള്ളിലോട്ട് ഇങ്ങനെ ചികഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ മനസ്സിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു ദിവസം തന്നെ ഒരാൾ 1000 പാപങ്ങൾ ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും പാപം എന്താണെന്ന് അവർക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് തങ്ങളിൽ പാപമില്ലെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ഓരോ ദിവസവും എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്ന 10 കൽപ്പനകൾ കൂടാതെ ദൈവം പറഞ്ഞിട്ടുള്ളതെല്ലാനും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ വീഴ്ചകളാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത്? ഇപ്പോൾ ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? അയൽക്കാരനെ സ്നേഹിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള കുട്ടികൾ, പട്ടിണി കിടക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ളതോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഫാമിലി അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ അവർക്ക് സഹായിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ കഷ്ടത അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ ആത്മാക്കൾ യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിരവധി കാര്യങ്ങൾ പോയിൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ എത്രമാത്രം തിന്മയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിന് സാധിക്കും? യേശു പറഞ്ഞ വഴികളെ ഫോളോ ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും? നമ്മുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചിന്തയോടുകൂടി ഒരു കാര്യം കൂടി ചേർക്കുകയാണ്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ വൈറസിനെ പറ്റി. അപ്പോൾ ഇപ്പോഴും പല ആളുകളും അതിനെ ഒരു തിന്മയായിട്ടൊന്നും കാണുന്നില്ലാത്ത ആൾക്കാരാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞ അതൊരു ചെറിയൊരു കാര്യം മാത്രമാണ്, പക്ഷെ അതുപോലുള്ള 1000 ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വീഡിയോ വൈറസിനെ പറ്റി പറയുന്നത്, അതായത് ഇല്ലീഗലായിട്ട് നമ്മളൊരു വീഡിയോ കാണുക എന്ന് പറയുന്നത്, അതായത് ഒരു പ്രൊഡ്യൂസർ ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയോ റിലീസ് ചെയ്യാത്തതുമായ യൂട്യൂബിലോ അല്ലെങ്കിൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നും റിലീസ് ചെയ്യാത്തതുമായ ചിത്രത്തിൻ്റെ വ്യാജ പതിപ്പുകൾ വരുമ്പോൾ അത് ഫോണിൽ കൂടെയോ ടെലിഗ്രാമിൽ കൂടെയോ അത് കണ്ടുകൊണ്ട് സിനിമയും കണ്ടുകൊണ്ട് വൈകുന്നേരം ടി വിയിൽ അല്ലെ പിറ്റേ ദിവസം കുർബാനയ്ക്ക് പോയി കുർബാന സ്വീകരിച്ച് വരുന്ന ക്രിസ്ത്യാനികളാണ് ഭൂരിഭാഗം വരും. അപ്പോൾ അവരെ ഒരു ക്രൈം ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ. ഒരു കളവ് എന്ന് പറയുന്ന ഒരു തിന്മയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ തിന്മയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം അല്ല. ഇപ്പോൾ വീഡിയോ വൈറസിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ഇല്ലീഗൽ സോഫ്റ്റ്വെയർസ് ഇപ്പോൾ പലരുടെയും ഈ ലാപ്ടോപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം എത്രയധികം സോഫ്റ്റ്വെയറാണ് അവർ പലയിടത്തു നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ പല കാര്യങ്ങളൊക്കെ നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. ട്രാഫിക് നിയമങ്ങൾ നമ്മൾ എത്ര പേര് പാലിക്കുന്നുണ്ട്, എത്ര പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട്? അപ്പോൾ അതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ തിന്മകൾ പല ഗവൺമെൻറ്റിനെ വഞ്ചിക്കുകയാണ്. അവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമങ്ങൾ നമ്മൾ പാലിക്കാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവകൽപ്പനയൊന്നും ലംഘിക്കണില്ലല്ലോ എന്ന്. പക്ഷേ
അവിടെ ദൈവകൽപ്പന ലംഘിക്കുന്നുണ്ടല്ലേ. ദൈവം പറയുന്ന ഒരാളെ വഞ്ചിക്കുകയാണ് നമ്മൾ ചെയ്യണത് അല്ലേ. ഗവൺമെൻറ് നമ്മളിലോട് പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന നിയമം തെറ്റിച്ചതിന് ശേഷം ചിലപ്പോൾ നമുക്കറിയണമെന്നില്ല ആ തെറ്റിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകുമെന്ന്. ചിലപ്പോൾ നമ്മൾ തെറ്റിക്കുന്നത് കൊണ്ട് വേറൊരാളത് തെറ്റിക്കാനായിട്ട് ഇടവരുത്തും. അയാൾ അത് വലിയൊരു ആക്സിഡൻറ്റിൽ അത് വഴിവെക്കും. അപ്പോൾ അത് പിന്നീട് ചിലപ്പോൾ ഒരാൾ മരണത്തിനിടയാക്കായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തെറ്റിച്ച് പോകുന്ന, നമ്മളറിയാതെ ചെയ്തു പോകുന്ന ചില മിസ്റ്റേക്കുകളായിരിക്കും വലിയ വലിയ അപകടങ്ങൾക്കോ ഇതിനൊക്കെ കാരണമായിട്ട് തീരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ നിരവധി തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അത് ദൈവം എല്ലാവരും കാണുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും നോട്ടീസ് ചെയ്യപ്പെടാന്നില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്ന പാപങ്ങളൊക്കെ എന്ന് പറയുന്നത് കൊലപാതകം, വലിയ മോഷണം, അതുപോലെ തന്നെയുള്ള വലിയ കുറ്റകൃത്യങ്ങളൊക്കെയാണ് നമ്മൾ പാപങ്ങളായിട്ട് കണക്കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഞാനിതൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ ഞാൻ വലിയ സത്യസന്ധനാണ്, നിർമ്മലനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. ഈവൻ യേശു പറഞ്ഞ കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് വെക്കുമ്പോൾ അല്ലേ, നമ്മുടെ സഹോദരനോട് വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തിയാൽ തന്നെ അത് കൊലപാതകമായിട്ടാണ് യേശു കണക്ക് കൂട്ടുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ കൊടുക്കുന്നത്, നമ്മുടെ വാക്കിൽ കൂടെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതൊക്കെ തിന്മയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ദിവസം ഒരു കുടുംബത്തിൽ തന്നെ നമ്മൾ നിരവധി തിന്മകൾ ചെയ്യും. നമ്മൾ പെറുപെറുക്കുന്നത്, ഇപ്പോൾ പല കുംഭസാര സഹായം എന്ന് പറയുന്ന പല ബുക്കുകളും അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 പ്രമാണം മാത്രമാണോ തിന്മ എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രമാണത്തെയും അതിൽ വിശദമായിട്ട് അതിൻ്റെ ഉപവിഭാഗങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് കാണിക്കുന്ന ടെൻഷൻ, പെറുപെറുപ്പ്, ഇതൊക്കെ ദൈവത്തിനോടുള്ള അവിശ്വസ്തതയാണ്. ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ദൈവത്തെ ദൈവമായിട്ട് കാണുന്നില്ല എന്നുള്ളതിനൊക്കെയുള്ള അതിനെതിരെയൊക്കെയുള്ള തിന്മയാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അനവധി തിന്മകൾ നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞൊരു ക്രിസ്ത്യാനിയായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും? നമുക്ക് ഒരു മനുഷ്യൻ്റെ ശക്തി കൊണ്ട് സാധിക്കുമോ? അപ്പോൾ അവിടെയാണ് നമ്മുടെ ചോദ്യം ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മളുടെ പേരിന് മാത്രം ക്രിസ്ത്യാനി ആയതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കേവലം ക്രിസ്ത്യാനിറ്റിയെ പറ്റി അറിഞ്ഞു, ഓക്കെ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാം, ക്രിസ്ത്യാനി ആവാം, അല്ലെങ്കിൽ ജനനം കൊണ്ട് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ വന്നു അതുകൊണ്ട് ക്രിസ്ത്യാനി ആവും, ഞാൻ സ്വർഗത്തിൽ പോവും എന്ന് പറഞ്ഞുകൊണ്ടൊന്നും യഥാർത്ഥ ക്രിസ്ത്യാനി ആവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് യേശു മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ നല്ലൊരു എക്സാമ്പിൾ കർത്താവ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സുവിശേഷത്തിൽ. അതായത് 12 ശിഷ്യന്മാരെ യേശു കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ 12 ശിഷ്യന്മാരെക്കാളും കൂടുതലായിട്ട് യേശുവിനെ അറിഞ്ഞത് പരിശുദ്ധ അമ്മയായിരിക്കാം. അമ്മ ഒരാളുണ്ട്, അല്ലെങ്കിൽ യോസേപ്പ് പിതാവുണ്ടായിരിക്കാം. പിന്നെ കൂടുതലായിട്ട് യേശുവിനെ പറ്റി അറിഞ്ഞത് അവരുടെ സഹോദരങ്ങളുണ്ടായിരിക്കാം, ജനിച്ചു വളർന്നപ്പോൾ കൂടി ഉണ്ടായിരുന്ന സഹോദരങ്ങളായിരിക്കാം. പിന്നീട് യേശുവിനെ പറ്റി വളരെ കൂടുതലായിട്ട് അറിയുന്നത് ഈ 12 ശിഷ്യന്മാർക്കാണ്. അപ്പോൾ 12 ശിഷ്യന്മാർക്കാണ് യേശുവായിട്ട് കൂടുതൽ മനസ്സിലായിരിക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ളവർക്ക്, കുടുംബത്തിലുള്ളവർക്ക് പോലും മനസ്സിലായി എന്ന് വരില്ല. കാരണം അവരൊക്കെ യേശു എന്നുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ്. യേശു ദൗത്യം ആരംഭിക്കുന്നത് പ്രായം തികയുമ്പോഴാണല്ലോ. അപ്പോൾ അതിന് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ യേശുവിൻ്റെ കുട്ടിക്കാലവും ജനനവും കാര്യങ്ങളും പേഴ്സണൽ ലൈഫാണ്. അതല്ലാതെ യേശു പഠിപ്പിച്ച കാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ യേശു പറഞ്ഞ പ്രബോധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ശിഷ്യന്മാർക്ക് മാത്രമാണ്. അവരാണ് എപ്പോഴും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ. അതിൽ പ്രധാനികളായിട്ടുള്ള പത്രോസ്, യോഹന്നാനും യാക്കോബ് തുടങ്ങിയുള്ള ശിഷ്യന്മാർ, ഇവർക്കൊക്കെയാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാർ. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ യേശു 3 വർഷം അവരുടെ കൂടെ നടന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. യേശു ചെയ്ത അത്ഭുതങ്ങളൊക്കെ നേരിൽ കാണുന്നുണ്ട്. ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അവസാന നിമിഷത്തിൽ ഒരു സ്ട്രഗിൾ വന്നപ്പോൾ അവർ വിട്ടിട്ട് പോയി. അപ്പോൾ ഇതിനെപ്പറ്റി ബൈബിളിൽ കാണുന്നത് ഈ ഒരു സംഭവം ഉണ്ടാകും, നിങ്ങളെ എന്നെ വിട്ടിട്ട് പോവും. ഇതൊക്കെ യേശു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജാഗരൂകരായിരിക്കണം, എന്നെ മനുഷ്യപുത്രനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ
ഇത്രയും വാർണിങ്സും ഇത്രയും കാര്യങ്ങൾ, ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പത്രോസിനോട് വരെ പറഞ്ഞു. നീ കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. ആ സംഭവം സംഭവിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ പോലും യേശു പറഞ്ഞിട്ട് പോലും ആർക്കും അത് ഫോളോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. എല്ലാവരും യേശുവിനെ വിട്ടിട്ട് അവനവൻ്റെ കാര്യം നോക്കി രക്ഷപ്പെട്ടു. അതിനങ്ങനെ തന്നെ പറയാനേ പറ്റുള്ളൂ, അല്ലേ? അതിൽ കൂടുതൽ നമുക്ക് അലങ്കാരിക പ്രയോഗങ്ങളൊന്നും പറയാനായിട്ട് സാധിക്കില്ല. കാരണം അവർക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല, ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇതിനെപ്പറ്റിയൊന്നും അവർക്കൊരു ബോധ്യം, കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലും ഇതൊക്കെ സത്യമായിരിക്കുമ്പോൾ വീണ്ടും സംശയം ഉടലെടുക്കുക. ഇയാൾ ദൈവം തന്നെയാണോ? ഇത്രയധികം അത്ഭുതം ചെയ്ത വ്യക്തി, ഇത്രയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞ വ്യക്തി പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ? അപ്പോൾ അതൊക്കെ വന്നപ്പോൾ അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടോ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കിട്ടിയ, അപ്പോൾ യേശുവിനെ വാക്കിൽ കൂടെ മനസ്സിലാക്കിയവർക്കൊന്നും യേശുവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാനോ സാധിച്ചില്ല, യഥാർത്ഥത്തിൽ സ്വീകരിക്കാനോ സാധിച്ചില്ല, ആർക്കു പോലും സാധിച്ചില്ല. പിന്നെ അവർക്ക് എങ്ങനെയാണ് സാധിച്ചത്? അപ്പോൾ നമുക്കറിയാം, അതിനുശേഷം കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നവരെ നിങ്ങൾ ഇവിടെ തന്നെ തുടരുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, യേശുവിൻ്റെ മരണത്തിന് ശേഷം അവർ ഉത്ഥാനം ചെയ്തതിന് ശേഷം, യേശു സ്വർഗത്തിലേക്ക് സംഭവിച്ചതിന് ശേഷം അവർ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പന്തകുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നു. അപ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ സഹായകനെ അയക്കും, അവൻ നിങ്ങളെല്ലാ കാര്യങ്ങളെ പഠിപ്പിക്കും, അവൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഹെൽപ്പർ എന്നുള്ള രീതിയിലാണ് യേശു ദൈവത്തിലെ 3ാമത്തെ ആളെ നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണൊരു വലിയൊരു പോയിന്റ്, ഒരു ടേണിംഗ് പോയിന്റ് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ. നമുക്കറിയാം, ഞാൻ പലപ്പോഴും ശിഷ്യന്മാരെ പറ്റി ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്തി, അല്ലേ? നമുക്കറിയാം, ഈ പന്തകുസ്ത തിരുനാളിന് ശേഷം, അതായത് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലേക്ക് ഇറങ്ങിയ ദിവസത്തിന് ശേഷം ആണ് ശിഷ്യന്മാർ യഥാർത്ഥ ശിഷ്യന്മാരായത്. അവർ പിന്നീട് ധൈര്യം വന്നു, അവർക്ക് സംസാരിക്കാനായിട്ടുള്ള ശക്തി വന്നു, അവർക്ക് ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ ഗുണങ്ങൾ, എല്ലാ രോഗങ്ങൾ സുഖമാക്കാനും പ്രവചിക്കാനും പല ഭാഷകളിൽ സംസാരിക്കാനുള്ള കഴിവുകളൊക്കെ വരുന്നു. അവർ ഭ്രാന്തന്മാരെ പോലെ ലോകമെങ്ങും പോയി യേശുവിന് സാക്ഷ്യം കൊടുക്കുകയാണ്. യേശുവാണ് ഏകരക്ഷകനെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ മുന്നിലേക്ക് ഇറങ്ങി വരികയും ആൾക്കാരെ അവർ ഉപദ്രവിക്കുന്നുണ്ട്, ഓടിച്ചിട്ടടിക്കുന്നുണ്ട്, തല്ലുന്നുണ്ട്. അവരിൽ 12 ശിഷ്യന്മാരെയും കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ പല വിധത്തിൽ അവരെ ഉപദ്രവിക്കുകയും മരണമടയുകയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മരണത്തിന് മുന്നിൽ പോലും അവർ വളരെ വളരെ സൗമ്യതയോടുകൂടി സന്തോഷത്തോടുകൂടി അതിനൊക്കെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പേടിത്തൊണ്ടന്മാരായിട്ടുള്ള ഇവരെങ്ങനെ ഇതിലേക്ക് മാറി? അപ്പോൾ അതിനൊരു ഉത്തരമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നപ്പോഴാണ് അവർക്ക് ശക്തി ലഭിച്ചതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്ന് നമ്മളിലില്ലാത്തത്. ശരിക്കും ക്രിസ്ത്യാനികളിൽ ഇല്ലാത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഈ ശക്തിയാണ് ഇല്ലാത്തത്. അതുകൊണ്ടാണ് നമുക്കിതൊന്നും ചെയ്യാനായിട്ട് സാധിക്കാത്തത്, അല്ല? ഇപ്പം നമ്മൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ശിഷ്യന്മാരെയൊക്കെ നമ്മൾ കാണുന്നത് ഒരു വലിയ ആൾക്കാരാണ്, പക്ഷെ എൻ്റെ കണ്ണിൽ അവരെക്കാളും അവരെ അത്രയും വലിയ എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ അവർ അത്ര വലിയ കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ എന്താണ്, അല്ലേ? അവർ വലിയ ആളുകളാവണമെങ്കിൽ എന്താവണമായിരുന്നു? യേശു ഒറ്റിക്കൊടുക്കുന്ന സമയത്ത് അവർ യേശുവിൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. അല്ലെങ്കിൽ അപ്പോഴാണ് അവരുടെ പവർ, അവർ പഠിച്ചിട്ടുള്ളതൊക്കെ അവർക്ക് പ്രകടിപ്പിക്കാനും പ്രവർത്തിക്കാനും, അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവരുടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് നന്മയുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അത് കാണിച്ചാണ്. പക്ഷേ ഹോളി സ്പിരിറ്റിൻ്റെ ശക്തിയോടുകൂടിയാണ് പിന്നീട് അവർ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശു തന്നെ പറയുന്നുണ്ടല്ലോ, എൻ്റെ പിതാവിനാൽ ആകൃഷ്ടരാകാതെ ആരും എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കില്ല. എൻ്റെ ആടുകൾ എന്നെ തിരിച്ചറിയും, ഇടയനെ തിരിച്ചറിയും, അവരെൻ്റെ അടുത്തേക്ക് വരും എന്ന് പറയും. അതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലാത്തവർ ആർക്കും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം അതിലൊക്കെ തന്നെയുണ്ട്. നമ്മുടെ കഴിവ് കൊണ്ടൊന്നും നമുക്ക് ഈ വിശ്വാസം കിട്ടുകയില്ല, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല, അത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല. കുറേ പേര് വരും, അല്ലേ? ഇതൊക്കെ എന്തൊക്കെ സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും, പക്ഷെ ആർക്കും അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് സാധിക്കില്ല.
ഇതെന്ന് പറയുന്നത് ഇത് വിളിക്കപ്പെട്ടവരോ അധികം, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ പേർക്കൊക്കെ കിട്ടും, ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇവരൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് സാധിക്കില്ല. കർത്താവിൻ്റെ ആലയിൽ അവൻ്റെ ഇടയൻ്റെ അടുത്തേക്ക് കയറാനായിട്ട് അറിയുന്നവർക്ക് ഈ ഇടയനെ അറിയണം. ഇടയനെ പറ്റി അറിയുന്ന ആളുകൾക്കാണ് കറക്റ്റ് ആ വാതിൽ കൂടെ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്തവരിങ്ങനെ കിടന്ന് കറങ്ങി നടക്കും, ചുറ്റും കിടന്ന്. അവർക്ക് ഈ ഡോർ എവിടെയാണെന്ന് അറിയില്ല, ഈ തൊഴുത്തിൻ്റെ ഡോർ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അതറിയുന്നവന് ഈ ഇടയനെ അറിയണം, ഇടയൻ പോയ വഴികൾ അറിയണം, ഇടയൻ ഏത് വാതിലാണ് തുറന്നത്, ഏതിൽ കൂടെയാണ് കയറിയത്, ഏതിൽ കൂടെയാണ് ഇറങ്ങിയതെന്ന് അറിയുന്ന ആളുകൾക്ക് മാത്രമാണ് ആ വഴി അറിയാനായിട്ട് സാധിക്കുള്ളൂ, ആ ഡോറും അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഇത്ര പേരെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസം ഒരിക്കലും, പ്രത്യേകിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസം, നിങ്ങൾക്ക് വേറെ അന്ധവിശ്വാസം വേണമെങ്കിൽ ആൾക്കാരെ പഠിപ്പിക്കാം അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, പല യുക്തിവാദികൾ ചെയ്യുന്നൊരു കാര്യമാണ്, പല അന്ധവിശ്വാസങ്ങളുടെയും ചുരുളഴിക്കുന്നത് ഇതാണ്. അതായത് ഇപ്പോൾ ഒരു സന്യാസി വായിൽ നിന്ന് ഒരു വിഗ്രഹം പുറത്തെടുക്കുന്നു എന്നുള്ള അതിൻ്റെ പേരിൽ അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ ചെയ്ത ഒരു സംഭവത്തെ അത് റീക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മാജിക്ക് അല്ലെങ്കിൽ മെൻ്റലിസം പഠിച്ച ആൾക്കാരൊക്കെ അത് ആൾക്കാരെ കബളിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ആ സംഭവം റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവർ പറയും, ഇത് എനിക്ക് സാധ്യമാണ്, അതുകൊണ്ട് ഇയാൾ കാണിച്ചതും ഇങ്ങനെയാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മളതിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്രൈസ്തവ വിശ്വാസത്തെയും വിശ്വസിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ അന്ധവിശ്വാസങ്ങളെയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കുറച്ച് നാളത്തേക്കൊക്കെ വിശ്വസിപ്പിച്ച് വയ്ക്കാൻ പറ്റും അല്ല. ആൾക്കാർക്ക് അത് അതിനെപ്പറ്റി അറിയാതിരുന്നാൽ മാത്രം മതി. ആൾക്കാരതിനെപ്പറ്റി അറിയുമ്പോൾ ബോധവാന്മാരാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അത് തിരിച്ചറിയും. ചിലപ്പോൾ ചിലർക്കൊന്നും സാധിക്കില്ല, ചിലർ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ അതുപോലെ തന്നെ ക്രിസ്തുവിനെ പറ്റി അറിയണമെങ്കിൽ ഇതുപോലെ കുറേ പേര് ക്രിസ്തുവിൻ്റെ അന്ധവിശ്വാസമായിട്ട് നടക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ പലർക്കും മനസ്സിലാവില്ല, പലരും തെറ്റിദ്ധരിക്കപ്പെടും, ഞാൻ എന്താണ് ക്രിസ്തു വിശ്വാസം അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അതായത് അന്ധവിശ്വാസം എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അന്ധമായി നമുക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിയില്ല, പക്ഷെ നമ്മൾ എന്തൊക്കെയോ വിശ്വസിച്ച് പോവാണ്. പക്ഷേ ആക്ച്വലി എന്താണെന്ന് അറിയില്ല, കുറേ പുറമെന്തൊക്കെ നടക്കുന്നു അതിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇത് സത്യമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ പോവാണ്. അപ്പം അതെന്ന് പറയുന്നതാണ് അന്ധവിശ്വാസം അല്ലേ, നമുക്ക് വ്യക്തമായിട്ട് അന്ധമായി വിശ്വസിക്കുക. പക്ഷെ ക്രിസ്തുവിലുള്ള വിശ്വാസം അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അന്ധവിശ്വാസം അല്ല ക്രിസ്തുവിൻ്റെ വിശ്വാസം അല്ലേ, നമുക്കറിയാം അല്ലേ ദൈവത്തെ. നമ്മളോട് ക്രിസ്തു വിശ്വാസം പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിനെ അനുഭവിക്കണം. ആ അനുഭവത്തിൽ കൂടെ മാത്രമാണ് ക്രിസ്തുവിൻ്റെ വിശ്വാസം നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കേവലം ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞാലോ ക്ലാസ് എടുത്താലോ ഒന്നും ഈ വിശ്വാസം പറഞ്ഞ് ചരിത്രത്തിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ടോ എവിഡൻസുകൾ കാണിച്ചുകൊണ്ടൊന്നും ആരെയും വിശ്വസിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതിന് ക്രിസ്തുവിനെ നേരിലായിട്ട് നമുക്ക് അനുഭവവേദ്യമാവണം. ക്രിസ്തു അനുഭവം നമ്മളിലുണ്ടായാൽ മാത്രമാണ് നമുക്ക് ആ ക്രിസ്തുവിൻ്റെ വിശ്വാസം നമുക്ക് കിട്ടുള്ളൂ. ഇന്ന് പലരുടെയും വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ക്രിസ്തു അനുഭവമില്ല എന്നുള്ളതാണ് അല്ലേ. ഇപ്പം നേരത്തെ പറഞ്ഞു, പേരിന് ക്രിസ്ത്യാനികളായവർ, പാരമ്പര്യമായി ക്രിസ്ത്യാനികളായവർ, ഇവർ തങ്ങളുടെ പാരൻസ് ക്രിസ്ത്യാനികളായതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നു. ഇവരങ്ങനെ പാരമ്പര്യത്തിലും ഇതൊരു സൊസൈറ്റിയാണ്, ഇതൊരു നല്ലൊരു സൊസൈറ്റിയാണ്, ഒരു ഓർഗനൈസേഷനാണ് എന്നൊക്കെയുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കും ക്രിസ്തു അനുഭവം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും കൈമലർത്തുകയുള്ളൂ. പലരും അങ്ങനെ വിശ്വസിക്കുന്നു, നല്ലതാണ്, എൻ്റെ പാരൻസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്കും നല്ലതാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ആയിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധി അവരുടെ മുന്നിലേക്ക് വരാത്ത കാരണമുണ്ട്. നല്ലൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ വിശ്വാസവും ഉപേക്ഷിക്കും, ഈ പരിപാടി ഉപേക്ഷിക്കും, വിട്ടിട്ട് പോകും. അവരാണ് ക്രിസ്തുവിനെ കളിയാക്കുന്നവരും ക്രിസ്തുവിനെ നഗരമധ്യത്തിൽ മറ്റുള്ളവരെ മുന്നിലിട്ട് അവഹേളിക്കാനായിട്ട് ഇടയാക്കുന്നവരും പല കാര്യങ്ങളുടെ പേരിൽ. അവർ എന്തൊക്കെയാണ്, അവർ എല്ലായിടത്തും ഉണ്ട്.
ഈവൻ വൈദികരിലും ഉണ്ട്, കന്യാസ്ത്രീകളിലുമുണ്ട്, അൽമായരിലുമുണ്ട്, കുടുംബങ്ങളിലുമുണ്ട്. എല്ലായിടത്തും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ക്രിസ്തു അനുഭവമില്ലാത്ത ക്രിസ്ത്യാനികൾ. അപ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ അനുഭവിക്കണം. അപ്പോൾ രണ്ടാമത് ക്രിസ്തുവാണ് നമ്മളെ സഹായിക്കുന്നത് ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് നമ്മുടെ കഴിവ് കൊണ്ട് ഒരിക്കലും നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ അഭിനയിക്കാം, അല്ലേ? ക്രിസ്തുവിനെ പോലെ അഭിനയിക്കാം. അതായത് ഞാൻ ഒരു 10-20 ദിവസമൊക്കെ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഞാനിങ്ങനെ ഒരു വ്രതം പോലെ എടുക്കുന്നു. അങ്ങനെ പലരും എടുക്കുന്നുണ്ടല്ലോ. നമുക്കങ്ങനെ ഒരു വ്രതമൊക്കെ എടുത്തിട്ട് നമുക്ക് പറയാം, ഈ 60 ദിവസം എന്നെ ആരും എന്ത് പറഞ്ഞാലും ഞാനൊന്നും തിരിച്ച് ചെയ്യുകയില്ല, എൻ്റെ ഒരു ചികിടത്തടിച്ച് ഞാൻ മറു ചികിട് കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു 60 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൻ്റെ പേരിൽ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കങ്ങനെ ചെയ്യാം. പക്ഷേ അൾട്ടിമേറ്റായിട്ട് ജീവിതം മുഴുവനും നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ സാധിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്തണം. അപ്പോൾ അതിന് ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൈവത്തിന് നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കാതെ, നിങ്ങൾക്ക് ആത്മാവില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് കർത്താവ് പറയുന്ന വചനം, അല്ലേ? നമുക്ക് എന്ത് കാര്യം ദൈവത്തെപ്പറ്റി ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം. ഇപ്പോൾ പറയുകയാണെങ്കിൽ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമെന്ന് പറയുന്നുണ്ട്. നമുക്ക് യേശുവിൽ വിശ്വസിക്കണമെങ്കിൽ യേശുവിൻ്റെ കൃപ കൂടിയേ തരൂ, ബൈബിൾ വായിക്കണമെങ്കിൽ കൃപ കൂടിയേ തരൂ. അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയേ തരൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫേർട്ട് എന്താണ്? നമ്മുടെ എഫേർട്ട് ഇതിലെന്താണ്? ഇപ്പോൾ ബൈബിളിൽ പറയുന്ന എല്ലാം നമുക്ക് ദാനങ്ങളാണ്, എല്ലാം നിങ്ങൾക്ക് ദാനങ്ങളായിട്ടാണ് ലഭിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ കഴിവുകൊണ്ടൊന്നും നിങ്ങൾക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താനും സാധിക്കില്ല, ദൈവത്തിൻ്റെ നന്മ ചെയ്യാനും സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് നമ്മുടെ റോള്? അപ്പോൾ അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേരെ ദൈവം വിളിക്കുന്നുണ്ട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ കാണുന്ന ഉത്തരങ്ങളായിരിക്കില്ല, അല്ലേ? ഇപ്പോൾ പൗലോസിനെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പൗലോസിനെ പറ്റി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, പൗലോസ് എന്ന് പറയുന്ന അപ്പസ്തോലൻ യേശുവിനെ ഫോളോ ചെയ്ത ആളല്ല, ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഒരാൾ. യഹൂദനായിരുന്ന അദ്ദേഹം എല്ലാ നിയമങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള, അത് യഹൂദ മതത്തിനെതിരെ നിൽക്കുന്ന വിഭാഗമാണ് ക്രിസ്ത്യാനികളെന്ന് കണ്ടുകൊണ്ട് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുകയും ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാളെയാണ് ദൈവം ഈശോ തിരഞ്ഞെടുക്കുകയും അയാളെ നേരിട്ട് പോയിട്ടൊരു അത്ഭുതത്തിൽ കൂടെ അയാളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അനുഭവം അയാൾക്കുണ്ടാവുകയും അങ്ങനെ അയാൾ മനസ്സ് മാറുകയും ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്കാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് നിയോഗം ലഭിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെയുള്ള നിയോഗങ്ങൾ ലഭിക്കുന്നില്ല, അല്ലേ? നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പലർക്കും അങ്ങനെ യേശു പ്രത്യക്ഷപ്പെട്ടു, അവരുടെ കഴിവല്ലാതെ നേരെ പ്രത്യക്ഷപ്പെട്ടൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഓരോരുത്തർക്കും ഇപ്പോൾ പൗലോസിൻ്റെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ പ്രകടമായിട്ട് കുതിരപ്പുറത്തുനിന്ന് തള്ളിയിടുകയും അവിടെ മിന്നൽ പിണര് കാണുകയും അതിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുകയും ചെയ്യുന്ന ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു വലിയൊരു ആക്ടിവിറ്റി അവിടെ നടന്നു. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നില്ലെങ്കിൽ, പക്ഷേ ദൈവം ഓരോരുത്തരെയും ഇതുപോലുള്ള പല അനുഭവങ്ങളിൽ കൂടെയാണ് കൊണ്ടുവരുന്നത്. അതായത് ചിലപ്പോൾ നമുക്ക് പലരും വിശ്വാസത്തിലേക്ക് ആഴപ്പെട്ടത് ചിലപ്പോൾ ഒരു ധ്യാനം കൂടുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഒരു വചന പ്രഘോഷണം കേട്ടുപോഴായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ ദൈവം പലരെയും ഇതുപോലെ തന്നെ പൗലോസിന് ഉണ്ടായ അനുഭവം പോലെ അവരുടെ കഴിവ് നോക്കാതെ ചിലപ്പോൾ ദൈവം ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുവരാറുണ്ട്, അല്ലേ? ചിലപ്പോൾ നേരിട്ട് നമ്മുടെ കഴിവല്ലാതെ ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞിട്ടായിരിക്കാം, മറ്റുള്ളവരിൽ കൂടെയോ അല്ലെങ്കിൽ സഹോദരങ്ങൾ കൂടെയോ ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗം. പക്ഷേ നമ്മളുടെ ഒരു നോർമൽ വ്യക്തിക്ക് യേശുവിലേക്ക് വരാനായിട്ട് എന്താണ്, യേശുവിനെ വിശ്വസിക്കാനായിട്ട് എന്താണ് മാർഗം? അപ്പോൾ അവിടെ നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഉള്ളത് എന്നുള്ളത്, അതിനെപ്പറ്റിയാണ് ആദ്യം ചിന്തിക്കേണ്ടത്. മനുഷ്യനായിട്ട് സ്വന്തമായിട്ടുള്ളത് എന്താണ്?
നമ്മൾ പറയും നമ്മുടെ ശരീരമൊക്കെ നമ്മുടെയാണ്, പക്ഷേ അൾട്ടിമേറ്റ്ലി ഞാൻ മുമ്പ് പല വീഡിയോയിൽ കൂടെ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരീരമൊന്നും നമുക്ക് അവകാശപ്പെടാനായിട്ടൊന്നും സാധിക്കില്ല, അല്ലേ? ഈ പ്രപഞ്ചമൊക്കെ കിടക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവം ഇതാണ് ഫീഡ് ചെയ്യുന്നത് നമ്മളെയൊക്കെ. അങ്ങനെയൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കൊന്നും അവകാശപ്പെടാനില്ല. നമ്മുടെ തലച്ചോറൊക്കെ ഇതിൻ്റെ പിറകിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ട് നമുക്ക് തരും, ദൈവം നമുക്ക് ഗ്രാൻഡ് ചെയ്തൊരു സംഭവത്തെയാണ് നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ളതുള്ളൂ. അതെന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയും, അല്ലേ? നമുക്ക് ദൈവം ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്, ഒരു ഫ്രീഡം തരുന്നുണ്ട്. അത് തന്നെയാണ് ദൈവത്തിന് എതിരെ നിൽക്കുന്ന ഈ മനുഷ്യരെല്ലാവരും ദൈവത്തിനെതിരെ പ്രയോഗിച്ച ഏറ്റവും വലിയ ആയുധവും. ദൈവം തന്ന ഗിഫ്റ്റിനെ തിരിച്ചങ്ങോട്ട് തന്നെ. ഇപ്പോൾ നമ്മൾ ഭസ്മാസുരൻ്റെ കഥ, ഞാൻ പലപ്പോഴും എൻ്റെ ഹിന്ദു മിത്തോളജിയും ഇതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. വളരെയധികം ദൈവത്തിൻ്റെ ഒരു പല നന്മയുടെ വലിയ പല കാര്യങ്ങളും ഈ മിത്തോളജിയിലും മഹാഭാരതത്തിലൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പല രീതിയിലാണ് ചിതറിക്കപ്പെട്ടാണ് കിടക്കുന്നത്. അതിനെ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ പല നന്മയുടെയും ദൈവത്തിൻ്റെ രഹസ്യങ്ങളും ദൈവരഹസ്യങ്ങളൊക്കെ ഈ മിത്തോളജിയിലൊക്കെ കിടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട്. ഇങ്ങനെ പഴയ സന്യാസികൾക്ക്, ദൈവത്തെ തേടിയവർക്കൊക്കെ ദൈവം ഓരോ അംശം പോലെ ചിലപ്പോൾ കൊടുത്തതായിരിക്കാം. അവർ ഇൻ്റർപ്രറ്റ് ചെയ്ത് അവരെടുത്തത് പല രീതിയിലൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥ നമുക്കറിയാം. ഭസ്മാസുരൻ്റെ ഒരു കഥയുണ്ട്, അല്ലേ? ഭസ്മമാക്കാനായിട്ട് അയാൾ പ്രാർത്ഥിക്കുന്നു, അസുരൻ പ്രാർത്ഥിക്കുന്നു, വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വരം ദൈവം പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, എല്ലാവരെയും ഭസ്മമാക്കാനുള്ള വരം, ഞാൻ കൈവയ്ക്കുന്നവരുടെ മേൽ അവരെല്ലാവരും ഭസ്മമായി തീരാനുള്ള വരമാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ദൈവം വാക്ക് കൊടുത്ത് വരം കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം ആ വരം അവർക്ക് കൊടുക്കുകയും അവസാനം ഭസ്മാസുരൻ അയാളുടെ പ്രതിയോഗികളെല്ലാവരെയും ഓടി നടന്ന് ഭസ്മമാക്കിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ പേടിച്ചിട്ട് ദേവന്മാരെല്ലാവരും കൂടി ഈ പ്രധാന ദൈവത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്നു. അപ്പോൾ അവസാനം ഈ ഭസ്മാസുരൻ തിരിച്ച് ഈ ദൈവത്തെ തന്നെ ഉപദ്രവിക്കാനായിട്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ ഇത് ദൈവം കൊടുത്തൊരു വരം ദൈവത്തിന് തന്നെ അവസാനം ഭാര്യയായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ. ഇത് തന്നെയാണ് നമുക്കും സംഭവിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവം മനുഷ്യരെല്ലാവർക്കും കൊടുത്തത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് നന്മ വേണോ തിന്മ വേണോ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നുപോയി. അപ്പം ഇത് മൃഗങ്ങൾക്കില്ല, അല്ലേ? അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, മൃഗങ്ങൾക്ക് എന്തുകൊണ്ട് പാപമില്ല എന്നുള്ളത്. കാരണം അവർക്ക് അങ്ങനെ ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അവർക്ക് ആ ഫ്രീഡം ഇല്ല. അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ആ ചോദനകളനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ മാത്രമാണ് അവർ വിധിക്കപ്പെട്ടവർ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന ആത്മാവുണ്ടോ എന്ന് പറയുന്നതിലേക്ക് ഇതൊക്കെ കുറേ പോയിന്റുകളെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു അസംഷനിലേക്ക് എത്തുന്നത്. ആത്മാവുണ്ടോ എന്നുള്ള എൻ്റെ വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനെപ്പറ്റി വിശദമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യരുടെ ആത്മാക്കളും ഈ മൃഗങ്ങളുടെ ആത്മാക്കളും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ. അപ്പോൾ ദൈവം കൊടുത്ത ഈ ഫ്രീഡം മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ തന്നെ ചീത്ത വിളിക്കാനും ദൈവത്തെ തന്നെ നിരാകരിക്കാനും ഒക്കെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ കയ്യിലുള്ള ആകെയുള്ളത് ഈ സ്വാതന്ത്ര്യമാണ്. നമുക്ക് അവകാശമായിട്ട് ദൈവം തന്നതാണ്. നമുക്ക് അത് കൊടുക്കാം ദൈവത്തിൻ്റെ അടുത്ത്, അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ ഡിസിഷൻ എടുക്കാൻ പറ്റും നമുക്ക്, അല്ലേ? ഇന്ന് എനിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണോ? അപ്പോൾ നമ്മുടെ മുന്നിൽ എപ്പോഴും ഒരു ചോദ്യം വരും, അല്ലേ? ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇന്ന് പ്രാർത്ഥിക്കണോ വേണ്ടയോ? ഇന്ന് പള്ളിയിൽ പോകണോ വേണ്ടയോ? ഇന്ന് ബൈബിൾ വായിക്കണോ വേണ്ടയോ? അല്ലെങ്കിൽ ഇന്ന് ദൈവത്തോടൊപ്പം കുറച്ച് നേരം സംസാരിക്കണോ വേണ്ടയോ? ഈ നന്മ ചെയ്യണോ വേണ്ടയോ? എന്നൊക്കെയുള്ള ഡിസിഷൻസ് നമ്മുടെ മുന്നിലേക്ക് വരും. നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ദൈവത്തെ അറിയാനായിട്ട് ആദ്യം മുതലേ നമുക്ക് വരുന്നൊരു പ്രതിബന്ധമാണ്. ദൈവത്തിനെ അറിയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിനെ തേടാൻ. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ നിങ്ങളുടെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഞാൻ അകത്തേക്ക് വരുമെന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും
ദൈവം വന്ന് നമ്മുടെ സൈഡിലൊക്കെ ഒന്ന് മുട്ടും, പല രീതിയിലൊക്കെ നമ്മളുടെ അടുത്ത് വന്ന് മുട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരും വാതിൽ തുറക്കുന്നില്ല, അതായത് ഈ ഡിസിഷൻ എടുക്കുന്നില്ല, വാതിൽ തുറന്നു കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല. അപ്പോൾ ആ സ്വാതന്ത്ര്യമാണ് നമുക്ക് ആകെ കൊടുക്കാനുള്ളത്, അല്ലേ? ദൈവത്തെപ്പറ്റി അറിയാനായിട്ട് ഇപ്പോൾ പലപ്പോഴും ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കൊക്കെ എളുപ്പമാണ്, അല്ലേ? ദൈവത്തെപ്പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബൈബിൾ തുറന്നാൽ മാത്രം മതിയാവും, അല്ലെങ്കിൽ ആഗ്രഹത്തോടു കൂടി ബൈബിൾ വായിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ നിന്ന് ഒരു 3 ദിവസം അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ദൈവം തൊടാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. പക്ഷെ ഒരു ദൈവത്തെ അറിയാത്തൊരു അപരിചിതന്, ഒരു അന്യ മതക്കാർക്കൊക്കെ ക്രിസ്തുവിലേക്ക് വരാനായിട്ടുള്ളൊരു ഡിസിഷൻ എന്ന് പറയുന്നത് സത്യവാനായുള്ള ദൈവം ആരാണെന്നുള്ള ഒരു ആഗ്രഹമാണ് അവർക്ക് വേണ്ടത്, അല്ലേ? അങ്ങനെ ആഗ്രഹത്തോടു കൂടി ഏതാണ് യഥാർത്ഥ ദൈവമെന്ന് ആഗ്രഹിക്കുന്നവരും അതിന് പൊരുൾ തേടാനായിട്ട് മനസ്സിൽ അത്രയധികം ആഗ്രഹത്തോടു കൂടി ദൈവത്തെ തേടുകയാണെങ്കിൽ അവർക്കൊക്കെ ദൈവം അടുത്തേക്ക് വരികയും അവർക്ക് ദൈവത്തെ അറിയാനുള്ള എല്ലാ വഴികളും ദൈവം ഒരുക്കി കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവരോട് ആദ്യം പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ മനസ്സിലാക്കണം. അതിന് നിങ്ങൾ ആഗ്രഹത്തോടു കൂടി ദൈവത്തെ തേടണം. ആഗ്രഹത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടല്ല. ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ അറിയണമെന്നുള്ള ആഗ്രഹം വേണം. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ്, ദൈവം ആരാണ്, യേശു ആരാണ്, യേശുവിനെ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ സുവിശേഷ പ്രഘോഷങ്ങൾ കേൾക്കുമ്പോഴോ ദൈവത്തെ അറിയാനുള്ള ആഗ്രഹത്തിന് പേരിൽ അങ്ങനെ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ വാതിൽ തുറക്കുന്നത്. പിന്നെ വൺസ് വാതിൽ തുറന്നു കഴിഞ്ഞാൽ കർത്താവ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും പിന്നെ നമ്മൾ വാതിൽ അടയ്ക്കരുത്. അപ്പോൾ നമ്മുടെ കടമ എന്ന് പറയുന്നത് വാതിൽ തുറന്നു വെക്കുക എന്നുള്ളതാണ്. വാതിൽ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കർത്താവിന് കടന്നു വരാനുള്ള വഴികൾ വീണ്ടും നിലയ്ക്കും. പലപ്പോഴും പലരും കുറച്ച് നേരം വാതിൽ തുറന്നപ്പനെ അടയ്ക്കും, കുറച്ച് നേരം കേട്ടാൽ മതി, കുറച്ച് നേരം അതിന് മടക്കും. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഇതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പരിശുദ്ധാമ്മനെ പറ്റി പറയുമ്പോഴും പറയുന്നത് ഇതാണ്. നമുക്കറിയാം, ഒരു ഉണങ്ങിയ നിലം നമുക്കറിയാം. നമ്മുടെ വീട്ടിലൊക്കെ വേനൽക്കാലത്ത് നമ്മൾ നനച്ചിട്ടില്ലെങ്കിൽ പറമ്പിൽ എല്ലാ ചെടികളും എല്ലാ മരങ്ങളൊക്കെ തളർന്ന് അവശതയായിട്ട് വളരെ ഡ്രൈ ആയിട്ട് മാറും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പറമ്പിൽ വെള്ളമൊക്കെ തിരിച്ചു വിട്ട് നനയ്ക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ ഈ മരത്തോട് ചെന്ന് ആവശ്യപ്പെടുകയാണ്, മഴ പെയ്യുന്നില്ല, വേനൽക്കാലമാണ്, മരത്തിലാണെങ്കിൽ ഒരു കാര്യങ്ങളും ഇല്ല, കാരണം വെള്ളം കിട്ടുന്നില്ല, മരത്തിന് സ്വന്തമായിട്ട് ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല, ഇലകളില്ല, കായ്കളില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ മരത്തോട് ചെന്ന് പറയുകയാണ്, നിങ്ങൾ ഇതിൽ നിന്ന് വേഗം ഫലം ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മരത്തിന് സാധിക്കുമോ? മരത്തിന് ഒരിക്കലും സാധിക്കില്ല, നമുക്കറിയാം. കാരണം എന്തുകൊണ്ടാണ്? അതിനാവശ്യമുള്ളതാണ് വെള്ളവും വെളിച്ചവും. ഇത് രണ്ടും ഇല്ലാതെ ആ മരത്തിന് തൻ്റെ ശാഖകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇലകൾ ഉണ്ടാക്കാനോ ഫലങ്ങൾ ഉണ്ടാക്കാനോ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഇതാണ്, നമ്മൾ വെള്ളം കൊടുക്കുന്നില്ല. ഇത് വചനത്തോട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, അല്ലേ? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നൽകുന്ന ജലം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാണെന്നൊക്കെ പറയുന്നുണ്ട് കർത്താവ്. അപ്പോൾ ഈ വെള്ളം നമ്മൾ കൊടുക്കാതെ നമ്മളിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ക്ഷണിക്കുകയും യേശുവിന് വേണ്ടിയിട്ട് ഈ വാതിലുകൾ, നമുക്കറിയാം, ഒരു വെള്ളം വരുന്ന ഈ സംഭരണി, നമ്മൾ പറമ്പൊക്കെ നനയ്ക്കുന്നവർക്കറിയാം, വെള്ളം നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് ചേരുന്നു, ആ വെള്ളത്തെ വീണ്ടും ഈ വൃക്ഷങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഓരോ തോടുകളായിട്ട് അതിനെ കീറണം. അപ്പോൾ അതിനെ നമ്മൾ ഓരോ വഴികൾ തുറന്നു വിടണം, അല്ലേ? തുറന്നു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് ഈ വെള്ളം മുന്നിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം വരുന്ന എല്ലാ ഭാഗവും ഇങ്ങനെ നനഞ്ഞ് വന്ന് അവസാനം
അത് ആ പറമ്പ് മുഴുവനായിട്ട് നനഞ്ഞ് വരും. അപ്പോൾ അതിനുശേഷം പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും ഈ വൃക്ഷങ്ങൾ ഇങ്ങനെ പുനർജീവിച്ച് തുടങ്ങും. വൃക്ഷങ്ങൾ നല്ലോണം പച്ചപ്പായിട്ട് വരും, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വൺസ് അത് തുറന്നു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കടമ, അല്ലേ? എല്ലാ ദിവസവും തുറന്നു വെക്കുക, വെള്ളം വരുന്നതിൻ്റെ ഫ്ലോ നമ്മൾ നിർത്തരുത് എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെയാണ്. ദൈവം അവിടെ ഒരു ജലസംഭരണി പോലെ, അവിടെ വലിയൊരു ജലസംഭരണി അവിടെ ഉണ്ട്. നമ്മളതിൻ്റെ തോടുകൾ നമ്മുടെ പറമ്പിലേക്ക്, നമ്മുടെ വൃക്ഷത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ആ തോടുകൾ തുറന്നു വയ്ക്കണം. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ വെള്ളം നമ്മളെ നനച്ചുകൊണ്ടിരുന്ന് നമ്മൾക്ക് ഒരു ദിവസം എത്തുമ്പോൾ നമ്മളിൽ നിന്ന് ഈ ഫലങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും, അല്ലേ? അങ്ങനെ മാത്രമാണ് നമുക്ക് ഫലങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാരണക്കാരൻ ആരാണ്? നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ ഉണ്ടാവണമെങ്കിൽ, അതുകൊണ്ടാണ് പറയുന്നത്, നമുക്കൊരു നന്മ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരൂ. അപ്പം ഇന്ന് ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ എവിടെയുള്ള ഏത് ആത്മീയ പ്രവർത്തനം യേശുവിൽ വലിയ ആളാണെന്ന് പറയുന്ന ആരായാലും, ഏത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളായാലും, അവർക്ക് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് യേശു വഴി മാത്രമാണ്. യേശുവിൽ കൂടെ മാത്രമാണ് ഇതൊക്കെ നേടാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം, ഈ ചെയ്യുന്ന പലരും പല അത്ഭുത പ്രവർത്തകരുണ്ട്, രോഗശാന്തി പ്രവർത്തകരുണ്ട്, അതുപോലെ സുവിശേഷ പ്രഘോഷകരുണ്ട്. ഇതൊക്കെ ഫലങ്ങൾ അവർക്കുണ്ടായത് യേശുവിൽ കൂടെ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് മദർ തെരേസയും. ഇപ്പോൾ മദർ തെരേസയുടെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അല്ലേ? എത്രയധികം പാവപ്പെട്ടവരെയും ഒരു കുഷ്ഠരോഗികളെയും ആരും നോക്കാനില്ലാത്ത ആൾക്കാരൊക്കെ പോയിട്ട് അവർ ശുശ്രൂഷിക്കണമെങ്കിൽ അവർക്ക് ഒരു സാധാരണ സ്ത്രീക്ക് സാധിക്കുമോ? അങ്ങനെ എത്ര പേർക്ക് അതിന് വേണ്ടിയിട്ട് എത്ര പേര് അതിൽ ഇറങ്ങി? പിന്നീട് ആകെ അവരുടെ ശിഷ്യകളും വളരെ കുറച്ച് പേര് മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പിറകിൽ അവരെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ അതില്ലാതെ നമ്മളിതൊക്കെ പുറമേ നിന്ന് കണ്ടുകൊണ്ട് നാളെ എനിക്കും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ അതൊക്കെ നിന്നു പോകും, അല്ലേ? പല ചാരിറ്റി പ്രവർത്തകരുടെയും സിറ്റുവേഷനൊക്കെ അങ്ങനെയാണ്, അല്ലേ? അവരെന്തൊക്കെയൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങും, കുറച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ അവർക്ക് മടുക്കും, അവരത് ഇട്ടിട്ട് പോകും. അപ്പോൾ പലരും ഇപ്പോൾ ക്രൈസ്തവ സഭയെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറയുമ്പോൾ പലർക്കും താല്പര്യം ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം കേരളത്തിലും ഇന്ത്യയിലൊക്കെ ചെയ്യുന്നത് അവർ തന്നെയാണ്, അല്ലേ? അവരാണ് പണ്ട് മുതലേ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ എത്രയോ അനാഥ കേന്ദ്രങ്ങൾ, മന്ദിരങ്ങൾ, വയസ്സായവരുടെ കേന്ദ്രങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുപോലെ തന്നെ ചാരിറ്റിയുടെ ഏറ്റവും എല്ലാ കാര്യങ്ങളും ലോകം മുഴുവനൊക്കെ വ്യാപിച്ചതൊക്കെ ക്രൈസ്തവ നേതാക്കളും ക്രൈസ്തവ സംഘടനകളും ഉള്ള കാരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിനൊക്കെ വിളിച്ചതിന് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പല സംഘടനകളൊക്കെ മുന്നോട്ട് പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് ഇതാണ്. അവർക്ക് ആ ദൈവത്തിൻ്റെ ശക്തി ചെല്ലുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ മദർ തെരേസ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, മദർ തെരേസ ഒരു മറ്റുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്നതിന് മുമ്പ് മദർ തെരേസ ചെയ്യുന്നൊരു കാര്യം പറയുന്നുണ്ട്. ദീപികാരൻ യേശുവിൻ്റെ മുന്നിൽ പ്രാർത്ഥനയിൽ കുറേ സമയം അവർ ചിലവഴിക്കും. ആ ചിലവഴിച്ച് അതിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ എല്ലാ ദിവസവും പ്രവൃത്തി എന്നുള്ള രീതിയിലല്ല, പ്രാർത്ഥിക്കാൻ ദൈവത്തോടൊപ്പം ഇരിക്കാനുള്ള സമയം അവരതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ദൈവത്തോടൊപ്പം നമുക്ക് ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാതെ ഒന്നും നമ്മളിത് ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിലച്ചു പോകും. അപ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു ജീവിതത്തിന്, അതായത് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അയാൾ ആ പാപങ്ങളൊക്കെ ബോധം ഉണ്ടാവണമെങ്കിൽ അയാൾക്ക് പാപബോധം ഉണ്ടാവണം, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധമുണ്ടാവണം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം, അതുപോലെ ദൈവത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, ദൈവം പറഞ്ഞതിന് വ്യതിചലിക്കാതെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹവും ഒക്കെ ഉണ്ടാവുന്നതൊക്കെ ഈ ദൈവത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡോറ് തുറന്നു വെച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ കേൾക്കുക, ദൈവം നമ്മളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക. അങ്ങനെ മാത്രമാണ് നമ്മൾ അവസാനം ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ട് ഉള്ള ലെവലിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണുന്നത് എന്താണ്? ഇപ്പോൾ കാണുന്ന നമ്മൾ മുമ്പും പറഞ്ഞു,
പേരിന് ഇവർ വാതിൽ തുറക്കാൻ പോലും തയ്യാറല്ല. അവർ പുറമേൽ നിൽക്കുന്ന ക്രിസ്ത്യാനികളാണ്. അവരൊക്കെ എത്ര പേരല്ല, അതാണ് പറഞ്ഞ അവസാന ദിവസത്തിലൊക്കെയാണ് നമ്മൾ ആരെയും വിധിക്കാനായിട്ട് നമുക്ക് യോഗ്യതയില്ലല്ലേ. നമുക്ക് ആരോടും പറയില്ല നീ നല്ല ക്രിസ്ത്യാനിയാണ്, നീ തെറ്റായ ക്രിസ്ത്യാനിയാണെന്നൊന്നും പറയാനായിട്ട് നമുക്ക് ആരെയും ചൂണ്ടിക്കാണിക്കാനൊന്നും പറ്റില്ല. കാരണം ആരുടെയും മനസ്സ് നമുക്കറിയില്ല, ആരുടെയും ജീവിത സാഹചര്യം നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ആരെയും അങ്ങനെ വിധിക്കാനായിട്ടുള്ള അധികാരമൊന്നും ഇല്ലെങ്കിലും അവസാന വിധി ദിവസത്തിലായിരിക്കും നമുക്കിതൊക്കെ ബോധ്യപ്പെടുന്നത്. ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ, ആരൊക്കെയാണ് കപടമായിട്ടുള്ളവർ, ആരൊക്കെ ദൈവത്തെ അറിഞ്ഞു, ആരൊക്കെ ദൈവത്തെ അനുഭവിച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് പറയുന്നത്. പലരും കളിയാക്കും ക്രിസ്തുവിനെ പറ്റിയൊക്കെ. അത് ഞാൻ പറഞ്ഞ ഈ വീഡിയോയുടെ കൺക്ലൂഷൻ ഇതാണ്: സാധാരണ വ്യക്തിക്ക് ക്രിസ്തുവിനെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ബുദ്ധി വെച്ചുകൊണ്ടോ നിങ്ങളുടെ കഴിവ് വെച്ചുകൊണ്ടോ ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. സുവിശേഷം ബൈബിൾ എഴുതിയത് എന്താണെന്നൊന്നും നിങ്ങൾക്ക് പിടികിട്ടുകയില്ല. പക്ഷേ വൺസ് നിങ്ങൾ ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി, ക്രിസ്തുവിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് നിങ്ങൾക്ക് ഈ വിശ്വാസം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ, ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, യേശു പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ആ ഒരു കൃപ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വെൽക്കം ടു കോമൺ സെൻസ്.